ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ മെഷർമെൻറ്റ് എടുക്കുന്നതും അതുപോലെ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതും കാണിച്ചു തന്നിരുന്നു. ഈ വീഡിയോയിൽ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് ക്യാൻവാസൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ. അതിന് നമ്മൾ സൈഡ് മടക്കിയിട്ട് നമ്മൾ ക്യാൻവാസിലേക്ക് ചെറിയൊരു 1/4 ഇഞ്ച് തുമ്പ് നമ്മൾ അതിന് ഇട്ടിരുന്നു. അത് ക്യാൻവാസിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് സെൻറ്ററിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിരുന്നു. ആ സെൻറ്ററും നല്ല ഭാഗം വെച്ചിട്ട് നല്ല ഭാഗത്ത് അതുപോലെ ക്യാൻവാസ് സെൻറ്ററിലൊരു കട്ടിങ് കൊടുത്തിരുന്നു. അതിൻ്റെതും നല്ല ഭാഗം യോജിച്ച് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മാർക്കിങ് കൂടെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. മാർക്കിങ് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് നമ്മളിപ്പോൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ട് അതിലൂടെയാണ് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കട്ടിങ് അതിന് വേണ്ടിയിട്ട് കൊടുക്കണം. ചുളിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു കട്ടിങ് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ നെക്ക് വെച്ച പീസില്ലേ, ആ പീസിനെ നമ്മൾ മലർത്തി വെച്ചിട്ട് അതിന്മേൽ കൂടെ ഒരു സ്റ്റിച്ച് പതിച്ചടിച്ച് കൊടുക്കണം. പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും അതിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളതിൻ്റെ ചുറ്റും ഒട്ടും വളവും തിരിവൊന്നും ഇല്ലാതെ ഒരു സ്റ്റിച്ചും കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ് പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1.5 ഇഞ്ച് വീതിയിലാണ്, ക്രോസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഇത്തിരി വലിയ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അല്ല നമ്മൾ അതേ മെറ്റീരിയലിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഒന്നിച്ച് കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് 1.5 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെത്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് കഴുത്ത് കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് ഉണ്ടാവുമല്ലോ, ആ പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ വൈഡും ലെങ്ത്ത് 3 ഇഞ്ചാണ്, കുറച്ചേ എടുക്കുള്ളൂ ബാക്കിലേക്ക്. അങ്ങനെ എടുത്തിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസിനെ 2ആയിട്ട് മടക്കുക. വീതി നീളമല്ല, വീതി 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ആ മടക്ക് വെച്ചിട്ട് വലിക്കാതെ, ഒട്ടും വലിക്കരുത്. അത് ഫ്രണ്ട് പീസാണെങ്കിലും നമ്മൾ ഒട്ടും വലിക്കാതെ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. നെക്സ്റ്റ് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ഓരോരോ കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ് അടി അതിൻ്റെ മുകളിൽ വെക്കണം. നെക്സ്റ്റ് നമ്മൾ ഷോൾഡർ
അതായത് നല്ല ഭാഗം കൂടി ഷോൾഡർ ജോയിൻ ചെയ്ത് വെക്കുക, ഷോൾഡർ മാത്രം. എന്നിട്ട് ഈ നമ്മൾ വെച്ച് കൊടുത്ത പീസിനെ അതിൻ്റെ മുകളിലേക്ക് മറിച്ച് വെക്കുക, മറിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. മറ്റേ ഭാഗത്തും അതുപോലെ തന്നെ ഷോൾഡർ നല്ല ഭാഗം ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് നെക്ക് പീസിനെ അതിൻ്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പീസിലേക്ക് ആ നെക്ക് വെച്ച കഷ്ണം നമ്മൾ പതിച്ചടിച്ച് വെക്കണം, വലിക്കരുത്, ഒട്ടും വലിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലീവ് ഒക്കെ പീസാണ്, സെൻറ്റർ ഭാഗം മെയിൻ പീസ് 2 ആദ്യം ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അത് 2 ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലേക്കുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിനെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പീസ് ഇങ്ങനെ, അത് പീസ് ഏതാണെന്ന് നോക്കണം, അകംപുറം മാറി പോവാത്ത രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ കൂടി ഒരു പ്രസ് അടിയും കൊടുക്കുക കേട്ടോ. അങ്ങനെ 4 പീസ് നമ്മൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നെക്സ്റ്റ് നമ്മൾ സ്ലീവാണ്. സ്ലീവ് നമ്മൾ മെറ്റീരിയൽ തികയാത്തതുകൊണ്ട് തന്നെ സൈഡിലേക്ക് പീസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പീസ് നമ്മൾ ഓരോന്നായിട്ട് 2 ഭാഗത്തും നല്ല ഭാഗം വെച്ചിട്ട് തന്നെ അത് ജോയിൻറ്റ് ചെയ്യണം ഓരോ പീസും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഓരോ പ്രസ് അടി കൊടുക്കണം, അപ്പോഴേ അത് പതിഞ്ഞ് നിൽക്കുള്ളൂ. 2 സ്ലീവിൻ്റെ 4 ഭാഗമായിട്ട് നമ്മൾ പീസുകൾ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്നല്ലോ, അതിൽ 1 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കുക. നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്ലീവ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിനെ നമ്മളിങ്ങനെ ശരിക്ക് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വരിക, സൈഡിൽ നിന്നല്ല. സെൻറ്റർ ഭാഗത്തുനിന്ന് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം, സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നല്ല ഭാഗം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഒരു ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് അപ്പോൾ സ്ലീവ് അടിയിലേക്ക് പോവും. വലിക്കരുത്, ഒട്ടും ചുളിവില്ലാതെ വേണം നമ്മൾ അടിച്ച് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്തതാണ് നമ്മളെല്ലാവരും. സ്ലീവ് അടിഭാഗം 5.5, നെക്സ്റ്റ് 6.5, നൂൽ ഭാഗത്ത് 7.5, അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ 11 ഓരോ ഭാഗത്തേക്കും വന്നത്. കാൽ ഭാഗത്തേക്ക് 11 വന്നത്. 22 ഇഞ്ച് നമ്മുടെ ചെസ്റ്റിൻ്റെ വീതി വരെ ഒരു ഭാഗം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്കിങ് കൂടെ നമുക്കതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ 2 ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. You bring the color. You bring the color to my life. You bring the color. Love is a rainbow. Rainbow is a smile. ഇനി നമ്മൾ സ്ലിറ്റ്, അതായത് നമ്മളവിടെ ഓപ്പൺ കൊടുക്കുന്ന ഭാഗമല്ലേ, അതിന് നമ്മൾ
ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ ഒരു ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ലെവലിലാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയണം ആദ്യം കേട്ടോ. ഓപ്പൺ അവിടെ ഇതൊന്നും എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ച് പോണത്. ഇതിനെ മടക്കി നമ്മൾ കറക്റ്റായിട്ട് ഓപ്പൺ അവിടെ നിന്ന് നോക്കണം, അതേ ലെവലിക്ക് അടിയിലേക്ക് നല്ല ലെവലിക്ക് അടിച്ച് സെൻറ്റർ എത്തുമ്പോൾ, അതായത് ഓപ്പണിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ കുത്തി വെച്ചിട്ട് നമ്മളതിനെ തിരിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അടിച്ച് വന്ന് പിന്നെയും വീണ്ടും താഴോട്ട് അടിച്ച് കൊടുക്കും. തയ്ച്ചുകൊണ്ട് വരണം നമ്മൾ. ഇത്രയാണ് സ്ലിറ്റിൻ്റെത്. ഇനി നമ്മൾ അടിഭാഗം മടക്കി അടിച്ചു കൊടുത്താൽ കറക്റ്റായി കേട്ടോ. ഇഞ്ച് മതി, ഒരുപാട് മടക്കരുത്. അര ഇഞ്ച് ആദ്യം മടക്കിയിട്ട് പിന്നെ ഒരു അര ഇഞ്ചും കൂടി മടക്കി ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.